ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകം 41 എടുക്കുന്നത്. ഠായങ്ങൾ ഗീതമിവ നാദ പ്രയോഗമുടനേക ശ്രുതിങ്കലൊരുമിക്കുന്ന പോലെയുമിതേകാക്ഷരത്തിരി തടങ്ങുന്നു സർവവുമിത ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. അപ്പം ഈ ഠായങ്ങൾ ഗീതങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ സംഗീതത്തിലെ ഗമകങ്ങളൊക്കെ തന്നെ രാഗങ്ങളാകുന്നതും ഈ ഗമകങ്ങളെല്ലാം തന്നെ ഓരോ രാഗങ്ങളാകുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിൽ, ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള നാദങ്ങളുടെ പ്രയോഗമൊക്കെ ഒരു ഒരു ഒറ്റ സ്വരത്തിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്വരം എടുത്ത് തന്നെ പലതരത്തിലുള്ള രാഗങ്ങളെയൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏകാക്ഷരത്തിൽ ഇത് അടങ്ങുന്നു സർവവും. അതുപോലെ തന്നെ ഒറ്റ ഒരു പരമാത്മാവിൽ ഈ സർവപ്രപഞ്ചവും അടങ്ങുന്നു. അതായത് പരമാത്മാവിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പ്രപഞ്ചത്തിനുള്ളിലല്ല പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ആകാശമാകുന്ന സൂക്ഷ്മ ശരീരം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിശാലതമായിട്ട് പരന്നു കിടക്കുന്ന ആ ഒരു സംഭവം. പക്ഷെ പരമാത്മാവിന് അത് ഏറ്റവും സൂക്ഷ്മ ശരീരമായിട്ടാണ് തോന്നുന്നത്. പരമാത്മാവ് അത്ര ബൃഹത്താണ്. നമ്മളെല്ലാവരും അണുവും പരമാത്മാവും വിഭുവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആകാശ സൂക്ഷ്മത്തിന് പരമാത്മാവിനെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ആകാശ സൂക്ഷ്മ ശരീരമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിലാണ് ഈ സർവ പ്രപഞ്ചങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സർവപ്രപഞ്ചങ്ങളും കുടികൊള്ളുന്ന ആ പരമകാരുണികനായിട്ടുള്ള പരമാത്മാ സ്വരൂപത്തിലുള്ള ആ വിഷ്ണുവിനെ ഞാൻ പ്രണമിക്കുന്നു. അല്ലയോ ഹരിനാരായണ, അവിടത്തേക്ക് നമസ്കാരം. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.